കൂട്ടുകാരെ, പുറത്താണെങ്കിൽ മഴ തിമിർത്ത് പെയ്യാണ്. ഞാനാണെങ്കിൽ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കുറിക്കാനൊന്നുമില്ല. അപ്പോഴാണ് ഇന്നലെ വാങ്ങിച്ച ഏത്തപ്പഴത്തിൻ്റെ ബാലൻസ് ഒരു പഴം ഇരിക്കണത്. അന്ന് ഇതും കൊണ്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. പഴം ഞാനിപ്പോൾ 2 കഷ്ണമാക്കി നുറുക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതാക്കി നുറുക്കിയെടുക്കുക. നേന്ത്രപ്പഴം ഞാൻ 2 തരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട് ചെയ്ത പഴവും എടുത്ത് ഇതിനകത്തേക്ക് വെക്കാം. എല്ലാ പഴവും കട്ട് ചെയ്തത് ഞാനിപ്പോൾ നെയ്യിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് തീ താത്തിയിട്ടിട്ട് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വശം മൊരിയുമ്പോൾ നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം അങ്ങനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്മ ഇത്തിരി പഞ്ചസാര തൂക്കി കൊടുക്കുക. എല്ലാ പഴത്തുമ്മേ, എല്ലാ പഴക്കഷ്ണത്തുമ്മേയും പഞ്ചസാര തൂക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതെടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവ് ചെയ്യുക.